ഇത്തവണത്തെ ICC T20 വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് ഏത് രീതിയിലും കുളമാക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലും തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ കളിക്കാൻ ബംഗ്ലാദേശ് ഇല്ല, വേദി മാറ്റണമെന്ന ആവശ്യവുമായി BCCയെയും ICCയും മുൾമുനയിൽ നിർത്താനായി ഒരു 20 ദിവസക്കാലം അവർക്ക് സാധിച്ചത്. അതിനൊടുവിൽ അവസാനം ഒരു കാരണവശാലും വേദി മാറ്റാൻ സാധിക്കില്ല എന്ന് ICC കൃത്യമായി പറഞ്ഞതുകൊണ്ട്, പക്ഷെ പറഞ്ഞതിൽ കുറെ വൈരുദ്ധ്യതയുണ്ട്. കാരണം ICC ഒരുപാട് ട്രൈ ചെയ്തു ബംഗ്ലാദേശിനെ കളിപ്പിക്കുന്നതിന് വേണ്ടിയും ബംഗ്ലാദേശിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും. എന്തിനു പറയുന്നു, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ കാണുന്നതിനായി ICC അംഗങ്ങൾ നേരിട്ട് ബംഗ്ലാദേശിലെത്തി വരെ അവരുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയിരുന്നു. എന്നിട്ടും ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നുള്ള ശാഠ്യം മനസ്സിലാക്കിയ ICCക്ക് അവസാനം അവരെ പുറത്താക്കേണ്ടി വന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ഇതുകൊണ്ട് തന്നെ സംഭവം എന്താണ് ഉണ്ടായത്, BCCക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായിട്ടുള്ള BCCക്ക് ആണെങ്കിലും ICCക്ക് ആണെങ്കിലും നാണക്കേട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ സംഘാടകർ BCC ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ടാകും. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് അവിടെ പരിപാടികളെല്ലാം അവസാനിച്ചിട്ട് സുഗമമായി വേൾഡ് കപ്പ് നടത്താം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി BCCയും ICCയും മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത ആൾക്കാരുടെ ഇത് വരുന്നത്. അത് നമ്മുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്താണ് വരുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും T20 വേൾഡ് കപ്പ് കളിക്കുന്നതിനായി പാകിസ്ഥാൻ തയ്യാറല്ല, ഈ മാച്ചസ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്യും, കാരണം അവരുടെ പിന്തുണ ബംഗ്ലാദേശിനെ അറിയിച്ചുകൊണ്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്ന പ്രകാരം പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലേക്ക് കളിക്കാനില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കളിക്കാനെന്നല്ല, ഇന്ത്യക്കെതിരായി 15-ാം തീയതി നടക്കേണ്ട മത്സരം കളിക്കാൻ അവർ തയ്യാറല്ല. മത്സരം നടക്കുന്നത് ശ്രീലങ്കയിലാണെങ്കിലും, കാരണം എല്ലാവർക്കും അറിയാം ന്യൂട്രൽ വെന്യൂവിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ പാകിസ്ഥാൻ മാച്ചസ് എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 15-ാമത്തെ മത്സരം അവർ ബോയ്ക്കോട്ട് ചെയ്യാണ്, അതായത് ബഹിഷ്കരിക്കുകയാണെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് പറഞ്ഞു. ഒരു കാരണവശാലും നമുക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ഒരുമാതിരി ഒരു ഭയങ്കര രീതിയിലുള്ള ഇന്ത്യയെ തരം താഴ്ത്തി കിട്ടുക, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് BCC തരം താഴ്ത്തി കിട്ടുക, ICC നാറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം പാകിസ്ഥാൻ ഗവൺമെന്റ് എടുത്തൊരു ഡിസിഷനാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCക്ക് കത്ത് അയച്ചിട്ടില്ല, പക്ഷേ ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ICC വാർണിംഗുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒരു രീതിയിലുള്ള പ്രശ്നം സോൾവ് ചെയ്ത് അതിന്റെ നാണക്കേട് മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ICCക്ക്. ഇത് അടുത്ത പ്രശ്നമായിട്ട് പാകിസ്ഥാൻ വരുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന ICC പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ ഒരു ക്രിക്കറ്റ് ബോർഡിന് എടുക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ടീം അംഗങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്, എൻറ്റയർ ക്രിക്കറ്റിനെ ബാധിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു മാച്ച് ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ICC ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാങ്ഷൻസ്, ഉപരോധങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് എഗെയിൻസ്റ്റ് ആയിട്ട് ICC നടപടി എടുക്കുമെന്നാണ് ICC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലായിരിക്കും നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഈ ഒരു മാച്ച് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ, ഈ മാച്ച് നടന്നില്ലെങ്കിൽ 250 കോടിക്ക് മുകളിൽ എമൗണ്ട് ആയിരിക്കും ICCക്ക് നഷ്ടം വരിക. അതിന്റെ നല്ലൊരു എമൗണ്ട് സ്പോർട്സേഴ്സിനും പരസ്യ വരുമാനത്തിനും പല രീതിയിലുള്ള ബ്രോഡ്കാസ്റ്റ് രീതിയിലുള്ള എല്ലാ രീതിയിലും നഷ്ടമായിരിക്കും ഇത്തരത്തിലുള്ളൊരു ഡിസിഷൻ കൊണ്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലായിരിക്കും. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോബ്ലംസും വർഷങ്ങളായിട്ട് നടന്നിട്ട് വരുന്നു. എന്നിട്ടും ഇന്ത്യ തീർച്ചയായിട്ടും BCC ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാകിസ്ഥാനെതിരെ കളിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം ഇന്നേ വരെ എടുത്തിട്ടില്ല. ന്യൂട്രൽ വെന്യൂസ് വെച്ച് തന്നെയാണ് നടത്തുന്നത്. കാരണം BCCക്ക് ഫോക്കസ് ചെയ്യുന്നത് മണിയാണ്. അതോടൊപ്പം തന്നെ മണി ഫോക്കസ് ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനുള്ള മത്സരങ്ങളെല്ലാം തന്നെ, എസ്പെഷ്യലി ഈ പഹൽഗാം ഇൻസിഡന്റ് ശേഷം മതിയാക്കാമായിരുന്നു. അതുപോലും BCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മണി തന്നെയാണെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ആ പൈസയ്ക്ക് കൂച്ചുവില വെക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേവ് ഡിസിഷൻ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. കാരണം ഇതിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള റിട്ടാലിയേഷൻ ICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് PCBക്ക് അറിയാം. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നടക്കുന്ന ഈ ലോകകപ്പ് കുളമാക്കുക, ഇന്ത്യയിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ ഒരു രീതിയിലുള്ള നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകാനായിട്ടുള്ള പരിപാടികളെ സമ്മതിക്കാതിരിക്കുക എന്നുള്ള ഒരു ഒറ്റ ഡിസിഷൻ മാത്രമാണ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം വേൾഡ് കപ്പിനെ ഹ്യൂമിലേറ്റ് ചെയ്യുക. കാരണം മാച്ചസ് എല്ലാം നടക്കുന്നത് BCBയിലാണ്. അതോടൊപ്പം തന്നെ ICC തുറന്നു കാട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുണ്ട്. കാരണം ICCയിൽ ഓൾമോസ്റ്റ് 60% ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ക്യാഷ് ഫണ്ടിങ് പോകുന്നത് നമ്മുടെ BCCയുടെ ഭാഗത്തുനിന്നായിട്ട് തന്നെ അവിടെ ഒരു പ്രിവിലേജ് ഏറ്റവും കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ചെയർമാൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ട് ICCയെ കൂടി ഹ്യൂമിലിയേറ്റ് ചെയ്ത് ലോകം മുഴുവൻ എക്സ്പോസ് ചെയ്യാനുള്ള തീരുമാനമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ തീരുമാനം പിൻവലിക്കുമോ, അല്ലെങ്കിൽ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള നടപടിക്കായിരിക്കും ICC പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ടിൽ ദെൻ ബൈ.